പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ടിപ്പാണ്. യൂട്യൂബ് കാണുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് യൂട്യൂബ് കാണുന്ന സമയത്ത് വളരെയധികം നെറ്റ് ലാഭിക്കാൻ കഴിയും. ഡാറ്റ ഡെയിലി നമുക്ക് ലഭിക്കുന്നത് 1.5 GB 2 GB ഒക്കെയാണ് നമുക്ക് ഡെയിലി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും യൂട്യൂബ് കണ്ട് തന്നെ പകുതിയോളം തീർന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് കാണുന്ന ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് തന്നെ യൂട്യൂബ് കണ്ടിട്ട് നെറ്റ് തീരാതിരിക്കുക, അതായത് നെറ്റ് തീരാതെ തന്നെ യൂട്യൂബ് വീഡിയോസ് ഒരു ദിവസം ഫുള്ളായിട്ട് കാണാം. അതിന് പറ്റിയൊരു ടെക്നിക്കാണ് പറയുന്നത്. 2 ടെക്നിക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഓൾറെഡി അറിയാവുന്നതാണെങ്കിൽ ഇത് അറിയാത്തവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. മൊബൈലിലെ ഹോം പേജിൽ നിന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം നെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം നെറ്റ് ലാഭിച്ചുകൊണ്ട് നമുക്ക് യൂട്യൂബ് കാണുന്ന 2 ടിപ്സുകളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 2 ടിപ്സും കൃത്യമായി തന്നെ ചെയ്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ വീഡിയോയുടെ മുകളിൽ ഒരു ഗിയർ ഐക്കൺ കാണാം, സെറ്റിങ്സിൻ്റെ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഓപ്ഷൻസ് കാണാൻ കഴിയും. അതായത് ഇവിടെ നിൽക്കുന്നത് ക്വാളിറ്റി എന്ന് പറയുന്നത് ഓട്ടോ ക്വാളിറ്റിയിലാണ്. അതായത് ഹൈ ക്വാളിറ്റിയിലാണ് വീഡിയോകളൊക്കെ പ്ലേ ആകുന്നത്. അത്രയും ക്വാളിറ്റി ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഒരു ക്വാളിറ്റി മാത്രം കിട്ടിയാൽ മതി. ഈ ഹൈ ക്വാളിറ്റിയിൽ വരുന്നത് കൊണ്ട് നമുക്ക് നെറ്റ് വളരെയധികം തീർന്നു പോകുന്നു. നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവർ മോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ നമുക്ക് വളരെയധികം ലാഭിക്കാൻ കഴിയും. പക്ഷെ അവിടെ ഒരു പ്രശ്നം കാണിക്കുന്നത് ലോവർ പിക്ചർ ക്വാളിറ്റിയാണ്. അത്യാവശ്യം പിക്ചർ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി ആയാലും നെറ്റ് തീരില്ല. ഇനി അതിൻ്റെ തൊട്ട് താഴെ അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ അഡ്വാൻസ്ഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ പല ടൈപ്പിലുള്ള പിക്ചർ ക്വാളിറ്റി ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അപ്പം നമുക്ക് സെലക്ട് ചെയ്യാം ഏത് വേണമെന്നുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക, എന്നാലേ കാര്യങ്ങളെല്ലാം ശരിയായി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കുറഞ്ഞ 144p സെലക്ട് ചെയ്ത് വെച്ചാൽ വളരെയധികം നെറ്റ് സേവ് ചെയ്യാൻ കഴിയും. പക്ഷെ അവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വീഡിയോയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവിടെ താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്, ദിസ് സെലക്ഷൻ ഓൺലി അപ്ലൈസ് ടു ദ കറണ്ട് വീഡിയോ. ആ വീഡിയോയിൽ മാത്രം. നമ്മൾ വേറൊരു വീഡിയോ കാണുകയാണെങ്കിൽ ആ വീഡിയോയിലെ സെറ്റിങ്സിലും പോയി ഇതുപോലെ ചെയ്യേണ്ടി വരും. അതിന് പകരം ഇവിടെ താഴെ കാണുന്നില്ലേ ബ്ലൂ ലെറ്റർ അല്ലേ, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന എല്ലാ വീഡിയോസിനും ഇതുപോലെ വരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സെറ്റിങ്സിലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് കാണാം ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ. അതുപോലെ മുകളിൽ കാണിക്കുന്നുണ്ട് സെലക്ട് യുവർ ഡിഫോൾട്ട് സ്ട്രീമിംഗ് ക്വാളിറ്റി ഫോർ ഓൾ വീഡിയോസ്. ഇവിടെ ഈ ഡാറ്റ സേവർ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇനി നിങ്ങൾ ഏത് വീഡിയോ കാണുന്നുണ്ടെങ്കിലും എല്ലാം ഡാറ്റ സേവർ മോഡിലായിരിക്കും. അതുവഴി നിങ്ങൾക്ക് നല്ലതുപോലെ നെറ്റ് സേവ് ചെയ്യാൻ സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഇനി നമുക്ക് അടുത്ത ഓപ്ഷനോട്ട് പോകാം. താഴെ നമുക്ക് കാണുന്നുണ്ട് വൈഫൈ. നിങ്ങൾ വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ കാണാം. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ ഓട്ടോയിലേക്കോ ഹൈ പിക്ചർ മോഡിലേക്കോ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് അവിടെയും നെറ്റ് സേവ് ചെയ്യണമെങ്കിൽ
അവിടെ താഴെ കാണിക്കുന്നുണ്ട് ഡാറ്റ സേവർ എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റയും വൈഫൈ ആയാലും ഡാറ്റ സേവർ മോഡിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് നെറ്റ് വളരെയധികം ലാഭിക്കാൻ സാധിക്കും. വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. ഇനി ഞാൻ രണ്ടാമതൊരു സെറ്റിങ്സ് കൂടി പറഞ്ഞു തരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ, അതായത് യൂട്യൂബിന്റെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുക. അപ്പം മുകളിൽ ഗിയർ ഐക്കൺ കാണാം സെറ്റിങ്സിന്റെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡാറ്റ സേവിംഗ് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും മുകളിലായി ഡാറ്റ സേവിംഗ് മോഡ് നിങ്ങൾ ഫോണിൽ ഓൺ ആണോ എന്ന് നോക്കുക. ഓൺ അല്ല എങ്കിൽ അത് ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. അത് ഓൺ ആകുന്ന സമയത്ത് താഴെ വരുന്ന എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവും. അവിടെ നമുക്ക് ഡൗൺലോഡ് ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എന്നുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡാറ്റ സേവിംഗ് മോഡ് കൂടി ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബ് കാണുന്ന സമയത്ത് നല്ല രീതിയിൽ നെറ്റ് ലാഭിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ടെക്നിക്ക് അറിയാത്ത ആളുകളാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ സെറ്റിങ്സുകളിൽ ഈ രണ്ട് ഓപ്ഷൻസും സെറ്റ് ചെയ്ത് വെച്ചിട്ട് വീഡിയോകൾ കണ്ടു നോക്കൂ. രാത്രി ആയാലും നിങ്ങളുടെ നെറ്റ് തീരാത്ത അവസ്ഥയിലെത്തും. അതായത് യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെയധികം നെറ്റ് ലാഭിക്കാൻ കഴിയും. ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.